നമസ്കാരം. വാർത്തകളുമായി അവർ TV 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajuma. ഷാർജ ഭരണാധികാരി ഹൂർ അൽ ഖാസ്മിയെ ഷാർജ ക്രിയേറ്റീവ് ക്വാർട്ടറിന്റെ തലവനായി നിയമിച്ചു. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി ഷാർജ ക്രിയേറ്റീവ് ക്വാർട്ടറിന്റെ തലവനായി ഷെയ്ഖ് ഹൂർ ബിൻ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. UAE-ലെ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതി കഴിഞ്ഞ വർഷം പ്രയോജനം ലഭിച്ചത് 10,500-ലേറെ പേർക്ക്. കഴിഞ്ഞ വർഷം UAE-ലെ 10,500-ലധികം തൊഴിലാളികൾക്ക് പുതുതായി നടപ്പിലാക്കിയ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് പ്രയോജനം ലഭിച്ചതായി UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. വിവിധ കാരണങ്ങളാൽ തൊഴിൽ നഷ്ടമാവുന്നവർക്ക് നിശ്ചിത കാലയളവിലേക്ക് നിശ്ചിത തുക സാമ്പത്തിക സഹായമായി ലഭിക്കുന്നതാണ് ഈ പദ്ധതി. തൊഴിലാളികൾക്ക് ചുരുങ്ങിയത് തുടർച്ചയായ 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ കാലയളവ് ഉണ്ടായിരിക്കണമെന്നതാണ് നഷ്ടപരിഹാരത്തിനുള്ള യോഗ്യതകളിൽ ഒന്ന്. അച്ചടക്ക നടപടിയുടെ പേരിലാവരുത് ജോലി നഷ്ടമെന്നും നിബന്ധനയുണ്ട്. പല തവണകളിലായി ഒരാൾക്ക് പരമാവധി 12 മാസം മാത്രമേ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ. നിക്ഷേപകർ, വീട്ടുജോലിക്കാർ, താൽക്കാലിക കരാർ ജീവനക്കാർ, 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ, വിരമിച്ചതിനു ശേഷം ജോലിയിൽ തിരിച്ചെത്തിയവർ എന്നിവർ ഒഴികെയുള്ളവർ തൊഴിലില്ലായ്മ പദ്ധതിയുടെ ഭാഗമാവണം എന്നാണ് നിയമം. 2025 കമ്മ്യൂണിറ്റി വർഷമായി പ്രഖ്യാപിച്ച് UAE രാഷ്ട്രപതി. UAE നേതാക്കൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു. ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഉപരാഷ്ട്രപതിയും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ ഇന്ത്യൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ അയച്ചു. ഇന്ത്യയിൽ ആദ്യം ഉത്തരാഖണ്ഡിൽ നിന്ന് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും. ബംഗ്ലാദേശിനുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കി US. കടുത്ത നടപടിയുമായി ട്രംപ്. അബുദാബി ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ വർണ്ണാഭമായ പരിപാടിയോടെ ഇന്ത്യ ഫെസ്റ്റിന് തുടക്കമായി. അനധികൃത മത്സ്യബന്ധനമെന്ന ആരോപണം 34 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് ശ്രീലങ്കൻ നാവികസേന. UAE അക്കൗണ്ടബിലിറ്റി അതോറിറ്റി പ്രസിഡന്റ് കുവൈറ്റ് അമീറുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേൽനോട്ട മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും അനുഭവങ്ങൾ കൈമാറുന്നതിനുമായി കുവൈറ്റ് സ്റ്റേറ്റ് ഓഡിറ്റ് ബ്യൂറോയുടെ ക്ഷണപ്രകാരം ഒരു പ്രതിനിധി സംഘത്തോടൊപ്പം കുവൈറ്റ് സന്ദർശിക്കുന്ന UAE അക്കൗണ്ടബിലിറ്റി അതോറിറ്റി പ്രസിഡന്റ് ഹുമൈദ് ഉബൈദ് അബു ഷബാസിനെ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് സ്വാഗതം ചെയ്തു. ഇനി പോകാം സ്പോർട്സ് വാർത്തയിലേക്ക്. സ്പെയിനിൽ വാലൻസിയയ്ക്ക് ബാർസ വക 7 ഗോളിന്റെ ഷോക്ക്. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ലെസ്റ്ററിനും ജയം. ഇറ്റാലിയൻ താരം യാനിക് സിന്നറിന് 3ാം ഗ്രാൻഡ്സ്ലാം കിരീടം. റോട്ട്ലേവർ അരീനയിൽ സ്വരേവിനെ വീഴ്ത്തി തുടർച്ചയായ 2ാം കിരീടവും. റാങ്കിംഗ് ടെന്നീസിൽ നിതിൻ പൂജ ജേതാക്കൾ. ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuma.